നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ മാസഫലത്തിൻ്റെ വീഡിയോയാണ്. ഇതിൽ പുണർദ നക്ഷത്രത്തിൻ്റെ 2025 ജൂൺ മാസത്തിലെ സമഗ്രമായ വിശകലനമാണ്. ജ്യോതിശാസ്ത്രത്തിലെ 7ാമത്തെ നക്ഷത്രമാണ് പുണർദം. മിഥുനൻ രാശിയുടെ 20 ഡിഗ്രി മുതൽ കർക്കടകൻ രാശിയുടെ 3 ഡിഗ്രി 20 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ വ്യാപ്തി. വീണ്ടും നല്ലത് അല്ലെങ്കിൽ പുനരുജ്ജീവനം എന്നൊക്കെയാണ് പുണർദം എന്ന വാക്കിനർത്ഥം. ഇത് പുനരുജ്ജീവനത്തെയും പുതിയ തുടക്കങ്ങളെയും വിഭവങ്ങളുടെ പുനഃസ്ഥാപനത്തെയും സൂചിപ്പിക്കുന്നു. ഈ നക്ഷത്രത്തിൻ്റെ അധിപഗ്രഹം വ്യാഴവും ദേവമാതാവായ അതിഥിയുമാണ്. അതിഥി സമൃദ്ധിയുടെയും പോഷണത്തിൻ്റെയും ദേവതയായി അറിയപ്പെടുന്നു. അമ്പും ആവനാഴിയുമാണ് പുണർദ നക്ഷത്രത്തിൻ്റെ ചിഹ്നം. ഇത് ലക്ഷ്യബോധത്തെയും ദൗത്യം പൂർത്തിയാക്കി തിരിച്ചു വരുന്നതിനെയും സൂചിപ്പിക്കുന്നുണ്ട്. 2025 ജൂൺ മാസം ഊർജ്ജസ്വലതയും മാറ്റങ്ങൾ നിറഞ്ഞതും വളർച്ചയുടെയും മാസമായിരിക്കും. സൂര്യൻ മിഥുനൻ രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ മാനസിക പ്രവർത്തനങ്ങൾക്കും പുതിയ ആശയങ്ങൾക്കും ആശയവിനിമയം എന്നിവ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനവും സ്വാധീനവും കാരണം വ്യക്തികൾക്ക് തങ്ങളുടെ ചിന്തകൾ വ്യക്തമായി പ്രകടിപ്പിക്കാൻ സാധിക്കും. 2025 വർഷം പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ശനി, വ്യാഴം, രാഹു, കേതു തുടങ്ങിയ പ്രധാന ഗ്രഹമാറ്റങ്ങൾക്കും രാശി മാറുന്ന വർഷമാണിത്. ഈ ഗ്രഹങ്ങളുടെ സ്ഥാനവും ചലനവും വ്യക്തിഗത ജീവിതത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തും. ജൂൺ മാസത്തിൽ ഗ്രഹങ്ങളുടെ നിരന്തരമായി രാശി മാറുന്നത് നക്ഷത്ര സംക്രമണങ്ങൾ പുണർദം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വിവിധ മേഖലകളിൽ ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾക്കും പുതിയ അനുഭവങ്ങൾക്കും വഴിയൊരുക്കും. വ്യാഴം, ബുധൻ, ശുക്രൻ എന്നിവയുടെ സംക്രമണങ്ങൾ അനുകൂല ഫലങ്ങൾ നൽകുമെങ്കിലും ശനി, രാഹു, കേതു എന്നിവയുടെ സ്വാധീനം ചില വെല്ലുവിളികളും ശ്രദ്ധയും ആവശ്യപ്പെടും. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2025 ജൂൺ മാസത്തിലെ വിവിധ ജീവിത മേഖലകളിൽ, അതായത് തൊഴിൽ, സാമ്പത്തികം, ആരോഗ്യം, കുടുംബം, പ്രണയം, വിദ്യാഭ്യാസം ഇവയിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഫലങ്ങളെക്കുറിച്ച് വിശദമായ ജ്യോതിഷ വിശകലനം നടത്തുന്ന വീഡിയോ ആണിത്. ഓരോ ആഴ്ചകളിലെയും ഗ്രഹസ്ഥിതിയും അതിൻ്റെ സ്വാധീനവും ദോഷപരിഹാരങ്ങളും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പുണർദ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ചില പ്രത്യേക സ്വഭാവ സവിശേഷതകളുണ്ട്. ഇത് അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന അടിസ്ഥാനപരമായ ഗുണങ്ങളാണ്. പുണർദ നക്ഷത്രക്കാർ പൊതുവെ സത്യസന്ധരും സമാധാനപ്രിയരും യുക്തിയുക്തരും നിഷ്കളങ്കരും സുതാര്യമായിരിക്കുന്നവരും. ഇവർക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, ആലോചന ശക്തി, ആത്മനിയന്ത്രണം എന്നിവയൊക്കെ ഉണ്ടാകും. നിർധനരെ സഹായിക്കാൻ എപ്പോഴും സന്നദ്ധരായിരിക്കും. കൂടാതെ നിയമവിരുദ്ധമോ സദാചാര വിരുദ്ധമോ ആയ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കും. മാതാപിതാക്കളെയും മുതിർന്നവരെയും അങ്ങേയറ്റം ബഹുമാനിക്കുന്നവരാണിവർ. ആത്മീയതയിൽ താല്പര്യമുള്ളവരും അറിവ് നേടാൻ ആഗ്രഹിക്കുന്നവരും സ്ഥാനമാനങ്ങളിൽ താല്പര്യമുള്ളവരുമായിരിക്കും. സൗമ്യ സ്വഭാവമുള്ളവരും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാത്തവരൊക്കെയാണ്. ഇവർക്ക് ഓർമ്മശക്തിയും വിശാലമായ കാഴ്ചപ്പാടും ഒക്കെ ഉണ്ട്. പുണർദ നക്ഷത്രക്കാരുടെ അടിസ്ഥാനപരമായ സദ്ഗുണങ്ങളും ധാർമ്മിക നിലപാടുകളും അവരുടെ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാനും പുതിയ അവസരങ്ങൾ സ്വീകരിക്കാനും സഹായിക്കുന്ന ഒരു അടിസ്ഥാന ശക്തിയായി പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ പുനരുജ്ജീവന സ്വഭാവം ഈ ഗുണങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. വ്യക്തികൾക്ക് ശക്തമായ ധാർമ്മികവും നൈതികവുമായ അടിത്തറയുണ്ടെങ്കിൽ അവർക്ക് വെല്ലുവിളികളെ നേരിടാനും മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാനും മികച്ച കഴിവുണ്ടാകും. ഇത് പുനരുജ്ജീവന സ്വഭാവവുമായി യോജിക്കുന്നു. അവരുടെ സഹജമായ സ്വഭാവ ഗുണങ്ങൾ കേവലം വിവരണാത്മകമല്ല, മറിച്ച് നല്ല മാറ്റങ്ങൾ അനുഭവിക്കാനും ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാനുമുള്ള അവരുടെ കഴിവിന് അടിസ്ഥാനപരവുമാണ്. പുണർദ നക്ഷത്രത്തിൻ്റെ ആദ്യ 3 പാദങ്ങളിൽ ജനിച്ച മിഥുനൻ രാശിക്കാർക്ക് ബുദ്ധിശക്തി, നല്ല ഓർമ്മശക്തി, നല്ല പെരുമാറ്റം ഉണ്ടാകും. ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരും ആകർഷകമായ വ്യക്തിത്വമുള്ളവരുമായിരിക്കും ഇവർ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരും ജനപ്രിയരും ഒട്ടനവധി സുഹൃത്തുക്കളൊക്കെ ഉള്ളവരുമായിരിക്കും. എന്നിരുന്നാലും അലസത ഒരു സ്വഭാവമായി കാണാം. മിഥുനൻ രാശിക്കാർക്ക് ബുധൻ്റെ സ്വാധീനം കാരണം ആശയവിനിമയത്തിൽ സാമൂഹിക ഇടപാടുകളിലും മികവ് പുലർത്താൻ സാധിക്കും. ബുധൻ ആശയവിനിമയത്തെയും ബുദ്ധിയെയും ഭരിക്കുന്ന ഗ്രഹമാണ്. ഇത് ബുദ്ധിശക്തി, നല്ല ഓർമ്മശക്തി, നല്ല പെരുമാറ്റം, ജനപ്രിയത എന്നിവയുമായി ബന്ധപ്പെട്ട സ്വഭാവങ്ങളെ ശക്തിപ്പെടുത്തുന്നു. ഈ കഴിവുകൾ സാമൂഹിക ഇടപെടലുകളിലും അക്കാദമി രംഗത്തും തൊഴിൽ മേഖലയിലും ഇവർക്ക് വിജയം നേടാൻ സഹായകമാകും. എന്നാൽ അലസത ഇവരുടെ വളർച്ചയ്ക്ക് തടസ്സമായിരിക്കും. വിജയത്തിനുള്ള സഹജമായ കഴിവുണ്ടായിരിക്കുമ്പോൾ തന്നെ പരാജയം സജീവമാക്കാനും നിലനിർത്താനുമുള്ള അവരുടെ കഴിവ് അവരുടെ ഫലങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാന ഘടകവും ആവുകയും ചെയ്യും. കർക്കടകൻ രാശിക്കാർക്ക് പുണർദ നക്ഷത്രത്തിൽ 4ാം പാദത്തിൽ ജനിച്ച കർക്കടകൻ രാശിക്കാർക്ക് സർഗാത്മകമായ വിശ്വസനീയത, ക്ഷമാശീലം എന്നിവ ഇവരുടെ പ്രത്യേകതകളാണ്. വാദപ്രതിവാദങ്ങളിൽ നിപുണരും സഹാനുഭൂതിയുള്ളവരും രാഷ്ട്രീയ ബന്ധങ്ങളുള്ളവരുമൊക്കെ ആയിരിക്കും. കർക്കിടകക്കൂറുകാർക്ക് ചന്ദ്രൻ്റെ സ്വാധീനം കാരണം വൈകാരിക ബുദ്ധിയും സാമൂഹ്യ ഇടപെടലുകളിലെ നയതന്ത്രമായ സമീപനവും പ്രകടമാകും. ചന്ദ്രൻ വികാരങ്ങളെയും അവബോധത്തെയും
പോഷണത്തെയും ഭരിക്കുന്ന ഗ്രഹമാണ്. സഹാനുഭൂതി, വാദപ്രതിവാദങ്ങളിലെ കഴിവ്, രാഷ്ട്രീയ ബന്ധങ്ങൾ എന്നിവ വൈകാരിക ബുദ്ധിയും പൊതുജനങ്ങളുമായുള്ള ബന്ധപ്പെടാനുള്ള കഴിവിനോടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ വിജയത്തിന് വഴിയൊരുക്കും. നേതൃത്വപരമായ അല്ലെങ്കിൽ പൊതുസേവനപരമായ റോളുകളിൽ വിജയം നേടാൻ ആവശ്യമായ സഹജമായ താല്പര്യവും കഴിവും ഇത് സൂചിപ്പിക്കുന്നുമുണ്ട്. വ്യാഴം അധിപനായ നക്ഷത്രമായതുകൊണ്ട് പുണർന്ന നക്ഷത്രക്കാർക്ക് ജ്ഞാനവും ആത്മീയ വളർച്ചയും സ്വാഭാവികമായി ഉണ്ടാകും. വ്യാഴം ജ്ഞാനം, വികാസം, ഭാഗ്യം എന്നിവയുടെ ഗ്രഹമായി അറിയപ്പെടുന്നു. അതിഥി ദേവതയായതുകൊണ്ട് പോഷണവും സമൃദ്ധിയും അവരുടെ ജീവിതത്തിൽ പ്രകടമാകും. അതിഥി ദേവമാതാവും അനന്തമായ സമൃദ്ധിയുടെയും പോഷണത്തിൻ്റെയും പ്രതീകമാണ്. ഈ സംയോജനം പുണർന്ന നക്ഷത്രക്കാർക്ക് അറിവ്, ആത്മീയത, സമൃദ്ധി എന്നിവയോടുള്ള സ്വാഭാവിക ചായ്വ് നൽകുന്നുണ്ട്. പുനരുജ്ജീവനം എന്ന ചിഹ്നം സൂചിപ്പിക്കുന്നത് ജീവിതത്തിലെ തിരിച്ചടികൾ ഉണ്ടായാലും അതിൽ നിന്ന് കരകയറി മുന്നോട്ട് പോകാനുള്ള കഴിവുണ്ടായിരിക്കുന്നവരാണ്. അമ്പുകളും ആവനാഴിയും ലക്ഷ്യബോധത്തെയും ദൗത്യം പൂർത്തിയാക്കി തിരിച്ചെത്തുന്നതിനെയും സൂചിപ്പിക്കുന്നു. 2025 ജൂൺ മാസത്തിലെ പ്രധാന ജ്യോതിഷ സംഭവങ്ങൾ നോക്കുമ്പോൾ സൂര്യൻ മെയ് 25 മുതൽ ജൂൺ 8 വരെ രോഹിണി നക്ഷത്രത്തിലും ജൂൺ 8 മുതൽ 22 വരെ മകയിര നക്ഷത്രത്തിലും ജൂൺ 22 മുതൽ ജൂലൈ 6 വരെ തിരുവാതിര നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ജൂൺ 15 സൂര്യൻ ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. ചൊവ്വ ജൂൺ 7 കർക്കടകൻ രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് സംക്രമിക്കുന്നുണ്ട്. ചൊവ്വ ജൂലൈ 28 ചിങ്ങൻ രാശിയിൽ തുടരും. ഈ സംക്രമണത്തിൽ ചൊവ്വ രാഹുവിൻ്റെയും കേതുവിൻ്റെയും സ്വാധീനത്തിലാക്കി ഇത് ചിലപ്പോൾ ഉഗ്രമായ ഫലങ്ങളൊക്കെ നൽകും. ബുധൻ ജൂൺ 3 മുതൽ മകേര നക്ഷത്രത്തിലും ജൂൺ 9 മുതൽ തിരുവാതിര നക്ഷത്രത്തിലും ജൂൺ 16 മുതൽ പുണർന്ന നക്ഷത്രത്തിലും ജൂൺ 25 മുതൽ പൂയം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. വ്യാഴം മെയ് 14-15 ഇടവൻ രാശിയിൽ നിന്നും മിഥുനത്തിലേക്ക് സംക്രമിച്ചു. ജൂൺ 14 വരെ മകേര നക്ഷത്രത്തിലും ജൂൺ 14 മുതൽ ഓഗസ്റ്റ് 13 വരെ തിരുവാതിര നക്ഷത്രത്തിലും വ്യാഴം സഞ്ചരിക്കുന്നുണ്ട്. വ്യാഴം മിഥുന രാശിയിൽ സഞ്ചരിക്കുന്ന ഈ കാലയളവ് ചില രാശിക്കാർക്ക് വെല്ലുവിളികളൊക്കെ സൃഷ്ടിക്കാനിടയുണ്ട്. ശനി മാർച്ച് 29 കുംഭൻ രാശിയിൽ നിന്നും മീനത്തിലേക്ക് സംക്രമിക്കുന്നു. ഏപ്രിൽ 28 മുതൽ ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൽ അതായത് മീനൻ രാശിയിൽ തുടരുകയും ഒക്ടോബർ 2 വരെ അവിടെ തുടരുകയും ചെയ്യുന്നുണ്ട്. ഈ ഗ്രഹങ്ങളുടെ നിരന്തരമായ രാശി നക്ഷത്ര സംക്രമണങ്ങൾ പുണർന്ന നക്ഷത്രക്കാർക്ക് ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾക്കും പുതിയ അനുഭവങ്ങൾക്കും വഴിയൊരുക്കും. വ്യാഴം, ബുധൻ, ശുക്രൻ എന്നിവയുടെ സംക്രമണങ്ങൾ അനുകൂല ഫലങ്ങൾ നൽകുമെങ്കിലും ശനി, രാഹു, കേതു എന്നിവയുടെ സ്വാധീനം ചില വെല്ലുവിളികളും ശ്രദ്ധയും ആവശ്യപ്പെടുന്നുണ്ട്. ഈ ഗ്രഹങ്ങളുടെ ചലനങ്ങളുടെ ഉയർന്ന ആവൃത്തി ഒരു ചലനാത്മകവും സാധ്യതയുള്ളതുമായ മാസത്തെ സൂചിപ്പിക്കുന്നു. പുണർന്ന നക്ഷത്രത്തിൻ്റെ അധിപനായ വ്യാഴം മിഥുനത്തിൽ സഞ്ചരിക്കുന്നത് ഒരു പ്രധാന സ്വാധീനമായിരിക്കും. ആശയവിനിമയം, ബന്ധങ്ങൾ, ആത്മപ്രകാശനം എന്നിവയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ബുധൻ, ശുക്രൻ, സൂര്യൻ എന്നിവയും രാശി മാറുന്നു. തൊഴിൽപരമായി നോക്കുമ്പോൾ മിഥുനക്കൂറുകാർക്ക് വ്യാഴം ജന്മരാശിയിൽ തുടരുന്നതിനാൽ തൊഴിൽപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും അധ്വാനവും ആവശ്യമായി വരും. ബുധൻ മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുകയും ജൂൺ 8 വരെ മൗഢ്യത്തിലായിരിക്കുകയും ചെയ്യുന്നതിനാൽ ആശയവിനിമയത്തിൽ ചെറിയ തടസ്സങ്ങളുണ്ടാകാം. അതിനാൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ജൂൺ 8 ശേഷം മതിയാകും. കർക്കിടക കൂറുകാർക്ക് തൊഴിൽ മേഖലയിൽ സ്ഥിരത പ്രതീക്ഷിക്കാം. ശനിയുടെ 9ാം ഭാവത്തിലെ സഞ്ചാരം ഭാഗ്യം വർദ്ധിക്കും. പൊതുവെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ മെയ് 30 മുതൽ ജൂൺ 30 വരെയുള്ള കാലയളവ് അനുകൂലവുമാണ്. മാസാവസാനം നോക്കുമ്പോൾ ജൂൺ 21 മുതൽ 30 വരെ മിഥുനക്കാർക്ക് ബുധൻ കർക്കടകൻ രാശിയിലേക്ക് മാറുന്നത് തൊഴിൽപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും ചിലപ്പോൾ പുതിയ ഉത്തരവാദിത്തങ്ങൾ കൊണ്ടുവരും. കർക്കിടക കൂറുകാർക്ക് ബുധൻ ജന്മരാശിയിൽ വരുന്ന ആശയവിനിമയത്തിൽ വ്യക്തതയും പുതിയ പ്രോജക്റ്റുകളിൽ വിജയം നൽകുകയും ചെയ്യും. പൊതുവെ ഈ കാലയളവ് തൊഴിൽപരമായ നേട്ടങ്ങൾക്കും ബിസിനസ്സിൽ പുരോഗതിക്കും സാധ്യത നൽകുന്നുണ്ട്. മാസാവസാനത്തോടെ ബുധൻ്റെ രാശിമാറ്റം ആശയവിനിമയത്തിൽ തീരുമാനമെടുക്കുന്നതിലും വ്യക്തത വരുത്തും. ഇത് തൊഴിൽപരമായ പുരോഗതിക്ക് സഹായമാവുകയും ചെയ്യും. സാമ്പത്തിക കാര്യം നോക്കുമ്പോൾ മാസത്തിൻ്റെ ആരംഭത്തിൽ പൊതുവെ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ്. വലിയ മുതൽ മുടക്കുകൾക്ക് തുനിയാതിരിക്കുന്നത് ഉചിതമാണ്. മിഥുനക്കൂറുകാർക്ക് വ്യാഴം ജന്മരാശിയിൽ സഞ്ചരിക്കുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം സമ്മർദ്ദം ഉണ്ടാക്കും. കർക്കിടകൂറുകാർക്ക് വ്യാഴം 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ചെലവുകൾ വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. മാസത്തിൻ്റെ മധ്യം പൊതുവെ സാമ്പത്തിക മിതത്വം പാലിക്കേണ്ടതാണ്. അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കണം. മിഥുനക്കൂറുകാർക്ക് ജൂൺ 14 ശേഷം ജോലിയിൽ മെച്ചവും സ്വാസ്ഥ്യവും പ്രതീക്ഷിക്കാം. ഇത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ നിങ്ങളെ സഹായിക്കും. കർക്കിടകൂറുകാർക്ക് കടബാധ്യതകൾ പരിഹരിക്കാൻ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും സഹായം തേടേണ്ടി വരാനും ഇടയുണ്ട്. മാസത്തിൻ്റെ അവസാനം പൊതുവെ ചെലവുകളിൽ കൂടുതൽ നിയന്ത്രണം വരുത്തുന്നത് ഉചിതമാകും. മിഥുനക്കൂറുകാർക്ക് ജൂൺ 29 ശുക്രൻ ഇടവൻ രാശിയിൽ സംക്രമിക്കുന്നത് സാമ്പത്തികമായ അനുകൂല മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. പ്രത്യേകിച്ച് ആഡംബര വസ്തുക്കളിൽ നിന്നുള്ള ലാഭം
കർക്കിടകക്കൂറുകാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതിയും വരുമാന വർധനയും പ്രതീക്ഷിക്കാം. ജൂൺ മാസത്തിൽ സാമ്പത്തിക കാര്യങ്ങളിൽ പുണർന്ന നക്ഷത്രക്കാർക്കൊരു നിയന്ത്രിത വളർച്ചയുടെ കാലഘട്ടമായിരിക്കും. മാസത്തിൻ്റെ തുടക്കത്തിൽ വെല്ലുവിളികൾ നേരിട്ടാലും മാസാവസാനത്തോടെ ശുക്രൻ്റെ രാശിമാറ്റം ധനപരമായ സ്ഥിതി മെച്ചപ്പെടുത്താൻ സഹായിക്കും. ആരോഗ്യം നോക്കുമ്പോൾ മാസത്തിൻ്റെ ആരംഭത്തിൽ പൊതുവെ ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണം. രോഗങ്ങളെ ഭയക്കണം. മിഥുനക്കൂറുകാർക്ക് വയറ്റിലെ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. കർക്കിടകക്കൂറുകാർക്ക് രോഗഗ്രഹസ്ഥർക്ക് വിദഗ്ധ ചികിത്സ ആവശ്യമായി വന്നേക്കാം. മാസത്തിൻ്റെ മധ്യത്തിൽ പൊതുവെ ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധ ആവശ്യവുമാണ്. പതിവ് പരിശോധനകൾ നടത്തുന്നത് നല്ലതുമാണ്. വ്യാഴം തിരുവാതിര നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ മാർച്ച് മുതൽ ജൂൺ വരെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സപ്ലിമെൻറ്റുകൾ ഒഴിവാക്കേണ്ടതുമാണ്. മാസാവസാനം ആരോഗ്യത്തിൽ പുരോഗതി പ്രതീക്ഷിക്കാം. പുതിയ വ്യായാമമുറകൾ, അതായത് യോഗ, സൂംബ ആരംഭിക്കുന്നത് ഗുണം ചെയ്യും. ശരീരത്തിന് വിശ്രമം ആവശ്യമാണ്. ജൂൺ മാസം പുണർന്ന നക്ഷത്രക്കാർ ആരോഗ്യപരമായ കാര്യങ്ങളിൽ പരിവർത്തന ഘട്ടമായിരിക്കും. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളോ ആശങ്കകളോ ഉണ്ടാകുമെങ്കിലും ചിട്ടയായ ജീവിതശൈലിയും ശ്രദ്ധയും മാസാവസാനത്തോടെ ആരോഗ്യം മെച്ചപ്പെടുത്തും. തുടക്കത്തിൽ ജാഗ്രത ആവശ്യപ്പെടുമെങ്കിലും സജീവമായ നടപടികളും ജീവിതശൈലിയിലെ ക്രമീകരണങ്ങളും ആരോഗ്യത്തിൽ നല്ല മാറ്റങ്ങളിലേക്ക് നയിക്കും. കുടുംബ പശ്ചാത്തലം നോക്കുമ്പോൾ മാസത്തിൻ്റെ ആരംഭത്തിൽ പൊതുവെ കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം ഉണ്ടാവുമെങ്കിലും മാതാപിതാക്കളെയും മുതിർന്നവരെയും ബഹുമാനിക്കേണ്ടതും കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം ദൃഢമാക്കേണ്ടതും മിഥുനക്കൂറുകാർക്ക് സഹോദരങ്ങളുമായുള്ള ബന്ധത്തിൽ അകൽച്ച ഉണ്ടാകാതിരിക്കാനും നോക്കേണ്ടതാണ്. കർക്കിടകക്കൂറുകാർക്ക് കുടുംബത്തിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഏതു 2ാം ഭാവത്തിലാണ്. മാസാവസാനം പൊതുവെ കുടുംബത്തിൽ സൗഖ്യം വർദ്ധിക്കും. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയുമായി വൈകാരിക ബന്ധങ്ങൾ സ്ഥാപിക്കാനും ശക്തമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനും സാധിക്കും. കുടുംബ ബന്ധങ്ങളിൽ ജൂൺ മാസം പുണർന്ന നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളാണ് നൽകുന്നത്. പൊതുവെ നല്ല അന്തരീക്ഷം നിലനിർത്താൻ സാധിക്കുമെങ്കിലും കേതുവിൻ്റെ സ്വാധീനം ചില ബന്ധങ്ങളിൽ അകൽച്ചയോ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാക്കും. ഇത് ആശയവിനിമയത്തിലൂടെ പരിഹരിക്കേണ്ടി വരികയും ചെയ്യും. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷമാണ് ഉണ്ടാകുന്നതും നിലനിൽക്കുന്നതും. പ്രണയസംബന്ധമായി നോക്കുമ്പോൾ മാസത്തിൻ്റെ ആരംഭത്തിൽ പുതിയ ബന്ധങ്ങൾ രൂപപ്പെടാനും അത് വിവാഹത്തിലേക്ക് എത്താനും സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന വിഷമതകൾക്ക് മാറും. മിഥുനക്കൂറുകാർക്ക് വ്യാഴം ജന്മരാശിയിൽ സഞ്ചരിക്കുന്നത് അവിവാഹിതർക്ക് വിവാഹം നടക്കാൻ സാധ്യത നൽകുന്നുണ്ട്. മാസമധ്യത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ റൊമാൻസ് ഉണ്ടാകും. പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ചിലപ്പോൾ പങ്കാളിയുമായി ചെറിയ യാത്രകൾക്ക് സാധ്യതയുണ്ട്. ജൂൺ മാസം പ്രണയബന്ധങ്ങൾക്ക് ദാമ്പത്യ ജീവിതത്തിനും പൊതുവെ അനുകൂലവുമാണ്. മാസാവസാനം നോക്കുമ്പോൾ പ്രണയബന്ധങ്ങൾക്ക് ഇത് നല്ല വർഷമാണ്, നല്ല മാസവുമാണ്. പരസ്പര വിശ്വാസം വളർത്തുന്ന ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ സഹായിക്കും. മിഥുനക്കൂറുകാർക്ക് ജീവിത പങ്കാളിയുമായുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിനാൽ സമതുലിതാവസ്ഥ നിലനിർത്തുന്നത് നല്ലതുമാണ്. കർക്കിടകക്കൂറുകാർക്ക് ജീവിത പങ്കാളിയുമായി ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ മാനസിക ബുദ്ധിമുട്ടുകൾ ഇടയാക്കിയെങ്കിലും പ്രണയത്തിലും ദാമ്പത്യത്തിലും പൊതുവെ അനുകൂലമായ സമയവുമാണ്. പുണർന്ന നക്ഷത്രക്കാരുടെ രാശി അനുസരിച്ച് ചില സൂക്ഷ്മമായ വെല്ലുവിളികൾ നേരിടേണ്ടി വരാം. മിഥുനക്കൂറുകാർക്ക് ആശയവിനിമയത്തിലെ സന്തുലിതാവസ്ഥയും കർക്കിടകക്കൂറുകാർക്ക് പങ്കാളിയുടെ ആരോഗ്യത്തിലുള്ള ശ്രദ്ധയും പ്രധാനവുമാണ്. പ്രണയത്തിന് പൊതുവെ നല്ല കാഴ്ചപ്പാടാണുള്ളതെങ്കിലും മിഥുന രാശിക്കാർക്ക് ദാമ്പത്യ പ്രശ്നങ്ങളെക്കുറിച്ചും കർക്കിടക രാശിക്കാർക്ക് പങ്കാളിയുടെ ആരോഗ്യപരമായ ആശങ്കകളെക്കുറിച്ചുമുള്ള പ്രത്യേക പരാമർശങ്ങൾ ഒരു സൂക്ഷ്മമായ കാഴ്ചപ്പാട് നൽകുന്നുമുണ്ട്. വിദ്യാഭ്യാസം നോക്കുമ്പോൾ പൊതുവെ വിദ്യാഭ്യാസത്തിൽ മുന്നേറാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ സാധ്യതയുണ്ട്. മാസമധ്യത്തിൽ വ്യാഴത്തിൻ്റെ സ്വാധീനം പഠനത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. വിദേശ പഠനത്തിന് അവസരവും നൽകുന്നുണ്ട്. മാസാവസാനം പരീക്ഷാ വിജയം പ്രതീക്ഷിക്കാം. മിഥുനക്കൂറുകാർക്ക് രാഹുവിൻ്റെ 9ാം ഭാവത്തിലെ സഞ്ചാരം ഉന്നത വിദ്യാഭ്യാസത്തിന് ദീർഘയാത്രകൾക്ക്, അതായത് വിദേശ പഠനത്തിന് പ്രോത്സാഹനം നൽകുന്നുണ്ട്. ജൂൺ മാസം പുണർന്ന നക്ഷത്രത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠനപരമായ കാര്യങ്ങളിൽ വളരെ അനുകൂലമാണ്. വ്യാഴത്തിൻ്റെയും രാഹുവിൻ്റെ അനുകൂല സ്വാധീനം ഉന്നത വിദ്യാഭ്യാസത്തിനും വിദേശ പഠനത്തിനും വഴിയൊരുക്കും. ദോഷപരിഹാരങ്ങൾ നോക്കുമ്പോൾ പുണർന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ചന്ദ്രൻ, ബുധൻ, ശുക്രൻ എന്നിവയുടെ ദശാ അപകാരങ്ങൾ അത്ര നല്ലതായിരിക്കില്ല. ഈ ദോഷങ്ങളെ ലഘൂകരിക്കുന്നതിനും ഗ്രഹങ്ങളുടെ അനുകൂല ഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഇനി പറയുന്ന ദോഷപരിഹാരങ്ങൾ ചെയ്താലും മതിയായി. ദേവതാ ഭജനം. പുണർന്ന നക്ഷത്രത്തിൻ്റെ ഇഷ്ടദേവത ശ്രീകൃഷ്ണനാണ്. ശ്രീരാമനെയും ആരാധിക്കാം. വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുന്നത് ക്ലേശങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഹോമങ്ങൾ. ചന്ദ്രശാന്തി ഹോമം, ബുധശാന്തി ഹോമം എന്നിവ നടത്തുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമമാണ്. ക്ഷേത്ര ദർശനം. അനുജന്മ നക്ഷത്രങ്ങളായ വിശാഖം, പൂരുരുട്ടാതി എന്നിവയിലും ജന്മനക്ഷത്ര ദിവസമായ പുണർദത്തിലും ക്ഷേത്ര ദർശനം നടത്തുന്നത് ഗുണപ്രദമാണ്. വ്യാഴാഴ്ച പുണർദ നക്ഷത്രം വരുന്ന ദിവസം ഉപവാസം അനുഷ്ഠിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഇരട്ടി ഫലം നൽകുകയും ചെയ്യും. പൗർണമിക്ക് മഹാദേവനെ വണങ്ങുക. ഉപവാസത്തോടെ ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങൾക്ക് വെളുത്ത പൂവും തൈരും ചോറും ദാനം ചെയ്യുന്നതും ഉചിതവുമാണ്. ഈ പരിഹാരങ്ങൾ ആത്മാർത്ഥതയോടെയും വിശ്വസ്തയോടെയും ചെയ്യുന്നത് ഗ്രഹദോഷങ്ങളെ ലഘൂകരിക്കാൻ ജീവിതത്തിൽ സമാധാനവും അഭിവൃദ്ധിയും കൈവരിക്കാനും സഹായിക്കും.